So let me welcome Devika Devuti. എൻ്റെ പേര് ദേവിക എസ് നായർ. ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിൽ കൊഴവനാൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 5th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. എന്നെ പാട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ടീച്ചേഴ്സും ഗുരുനാഥന്മാരും എല്ലാവരും മാതാപിതാക്കളുമാണ്. ഹിമമഴയായി വരൂ പ്രണയം അണിവിരലായി തൊടൂ. മോള് ശരിക്കും പറഞ്ഞാൽ ഒരു 3 വയസ്സ് മുതലാണ് പാട്ടൊക്കെ ഒന്ന് പാടുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അനിയൻകുട്ടനെ തൊട്ടിൽ പാട്ട് പാടി ഓർക്കുമ്പോൾ അത് കേട്ടാണ് അവള് പാട്ട് പാടുന്നത്. രണ്ടു വർഷമായി ദേവു എൻ്റെ അടുത്ത് സംഗീതം പഠിക്കുന്നു. കർണാട്ടിക് പഠിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഞങ്ങൾ സിനിമാ ഗാനങ്ങളിലാണ് ഫോക്കസ് ചെയ്തത്. പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുകയും ഇത് ചോദിച്ച് വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് നന്നായി പാടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്രയും നല്ല സ്റ്റേജിൽ എത്താൻ പറ്റിയത്. ഇതാണ് എൻ്റെ സ്കൂള്, അരവിന്ദ വിദ്യാമന്ദിരം എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പം ഞാൻ ടീച്ചേഴ്സിനെ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മെഡിക്കൽ കുട്ടി ദേവികയുടെ ക്ലാസ് ടീച്ചറാണ്. ദേവികയ്ക്ക് ഈ ഒരു അമൃത ടിവിയിൽ ഇങ്ങനെ അവസരം കിട്ടിയ ഭയങ്കര സന്തോഷമുണ്ട്. വി ആർ വെരി എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് ഓഫ് ദേവിക. നമ്മുടെ ദേവുട്ടി ആരുടെ ഫാനാന്ന് അറിയണ്ടേ? ആരുടെ ഫാനാ ദേവു? പറയട്ടെ ഞാൻ. The one and only Dr. ഹരിശങ്കർ. നമ്മുടെ ശങ്കു ചേട്ടന്റെ ഫാനാ, കുട്ടി ഫാൻ. മോളെ എന്തേ നേരത്തെ വരാത്തേ? ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ വരണ്ടേ? പറ ആ ഒരു ഫാൻ മൊമെന്റിൽ ആളവിടെ ഇരിക്കുകയാണ്. ഇനി പറഞ്ഞ ആളെ കുറിച്ച് അതെ പുകഴ്ത്തിക്കോളൂ. അധികം മുഖത്തൊന്നും വേണം. പറ, എന്തുകൊണ്ടാണ് മോള് ഹരി അങ്കിളിന്റെ ഫാൻ ആയത്? എനിക്ക് ഹരി അങ്കിളിന്റെ സോങ്സ് ഒത്തിരി ഇഷ്ടമാണ്. മോളെ അവൾക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഹരിച്ചാന്റെ കൂടെ ഒരു ഫോട്ടോ, ഒരു സെൽഫി എടുക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരട്ടെ. യെസ്. ഓക്കെ, എന്റെ ഫാനിന്റെ കൂടെ ഞാൻ വേണോ? സെൽഫി അല്ലേ? മാറിക്കും കൊടുത്തു. നിന്നോ ഹാപ്പിയായോ? കെട്ടി പിടിച്ചോ, ഇത്ര എടുത്തിട്ട്. സന്തോഷായി. നമുക്കും എന്തെങ്കിലും ഫാൻ മൊമെന്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് നല്ല ഫാൻ മൊമെന്റ് ഉണ്ടാവുമായിരിക്കും അല്ലെ? വെയിറ്റ് ചെയ്യാം. ഇത്രയും പുച്ച ഏറ്റു വാങ്ങാനാണല്ലോ ദൈവമേ എന്റെ വിധി. കുഴപ്പമില്ല. സന്തോഷായില്ലേ? സന്തോഷം. കണ്ണൊക്കെ നിറയുന്നുണ്ടോ ഹരിച്ചേട്ടാ? കുട്ടിയുടെ കണ്ണൊക്കെ നിറയുന്നു. ധൈര്യമായിട്ടിരിക്കൂ, ഞാൻ നിറച്ചു മാർക്ക് തരാം. നമുക്ക് ഹരിച്ചേട്ടനെ കൊണ്ടൊരു പാട്ട് കേൾക്കണോ? കേൾക്കണം. ഫാൻ മൊമെന്റ് തീർന്നിട്ടില്ല ഞങ്ങളുടെ. ഏത് പാട്ടാ വേണ്ടേ? 2 പേര് നമുക്ക് പാടിക്കാം. അവളൊന്ന് കൂളാവട്ടെ. ജീവാംശമായി തന്നെ. ഹരിച്ചേട്ടനെ കണ്ടു, സെൽഫി എടുത്തു, പാട്ട് പാടി തന്നു. ഇനി ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. വേണ്ട. അപ്പൊ അത് നമുക്ക് ഇന്നത്തെ പാട്ട് പാടാം അല്ലേ? ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? വാവാ. അടിപൊളി. ഓക്കെ, ശ്രീകൃഷ്ണ ജയന്തിക്ക് പാടാൻ പറ്റിയ സോങ്. അപ്പൊ എന്തായാലും പാടിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ
എങ്ങനെയുണ്ട് പാർവതി? ഓക്കെ പാർവതിനൊക്കെ ഇത്ര ഇമോഷണൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അതെ, തങ്കച്ചി ரொம்ப സോഫ്റ്റ്. അല്ല, എനിക്ക് പാട്ടിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവള് പാടുമ്പോ ഭയങ്കരമായിട്ട്. ഇതാണ് ഈ മ്യൂസിക്കിന്റെ മാജിക് എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്നപ്പോ അത് ശരിക്കും മനസ്സിലായി. ഈ പാട്ടിൽ നമുക്ക് പിച്ച് ഔട്ടോ കാര്യങ്ങളോ ഇതൊന്നുമല്ല. ഇത് അവള് പാടിയത് നേരെ ഇതിനകത്തോട്ടാണ് പോയത്. നമ്മളെല്ലാവരുടെയും സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ നേരെ അകത്തോട്ടാണ് കേട്ടത്. മോളെ, യു ആർ വെരി ബ്ലെസ്ഡ്. ഇങ്ങനെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടുക. ഇനിയും മൈക്ക് കരസ്ഥമാക്കുക കേട്ടോ. ഗോൾഡൻ മൈക്ക്. പല പെർഫോമൻസസും നമ്മൾ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ദ ഇൻവോൾവ്മെന്റ്, ഇപ്പം കരയിച്ചില്ലേ, അതുപോലെ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങളും അതുപോലെ ഇൻവോൾവ് ആയി മോളുടെ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട്. അടിച്ചു പൊളിച്ചു. എനിവേ, തുടക്കം ഗംഭീരമായി. ഫാൻ മൊമെന്റ് ഉണ്ടായ ദിവസം, ഫാൻ മൊമെന്റ് ഒക്കെ ഉണ്ടായ ഇതുപോലെ ഇരിക്കും. അവരുടെ കൂടെ അഹങ്കാരം. ദേവിക, hats off to you. Thank you, sir. I think ചെറിയ വയസ്സ്, പക്ഷേ you are a very old soul, very 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 sensitive, very very ഭക്തിയുള്ള ഒരു സോളാണ്. Your voice and your soul inside. Thank you so much. Beautiful ആയിട്ട് പാടി. Thank you, sir. ഷാനിക്ക, ഞാൻ അവിടെ നിന്ന് എനിക്കിങ്ങനെ ഇതായപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യണം? അയ്യോ, എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റണില്ല. അപ്പൊ ഞാൻ ആ സമയം ദേവുന്റെ അമ്മയെ നോക്കായിരുന്നു. ചേച്ചി അവിടെ നിന്ന് ഭയങ്കര ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? ഞാൻ അവിടെ നിന്ന് കാണുമായിരുന്നു. അവള് പാടുമ്പോ ഒക്കെ ഫുള്ള് ചേച്ചി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. എല്ലാ അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യമാണത്. പക്ഷെ സ്റ്റിൽ ഇപ്പൊ എന്നെ അത്രയും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അമ്മേനെ ആ പാട്ട് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറെ എഫേർട്ട് ഇട്ടു അവൾ ഈ പാട്ട് പഠിക്കാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെട്ടു മോള് പഠിക്കാൻ. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും തുടങ്ങിയപ്പോ തൊട്ട് കാത്തിരുന്നൊരു മൊമെന്റ് ആയിരുന്നു. ഞാൻ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. പാടാൻ നേരത്താൽ ഞാനിത് കൈവച്ചോണ്ടിരിക്കുവായിരുന്നു. കയറാൻ നേരത്തോട് പറഞ്ഞു, അമ്മ ഇത് കൈവച്ചോണോന്നും പറഞ്ഞു. അയ്യോ, കൃഷ്ണന്റെ ഫോട്ടോ. അപ്പം അതിനോട് പറഞ്ഞു, അമ്മ കയറാൻ നേരത്ത് ഇത് അമ്മ കൈവച്ച് പ്രാർത്ഥിച്ചോണം എന്നും പറഞ്ഞാണ് മോള് പാടാൻ കയറിയത്. അച്ചടാ, അമ്മയുടെ ബ്ലെസ്സിങ്ങോ കൃഷ്ണന്റെ ബ്ലെസ്സിങ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഫ്ലോറിൽ എല്ലാവർക്കും ഉണ്ടായ ഒരു ഗൂസ് ബംസ് ആയിരുന്നു. ആ മൊമെന്റിൽ ഞങ്ങൾ 3 പേരും ഒറ്റ കാര്യം വിചാരിച്ചുള്ളൂ, ഇത് കൊടുക്കുക, ഇനിയെങ്കിലും ഇത് കൊടുക്കുക. വന്നപ്പോ തൊട്ട് ഇത് എപ്പ അടിക്കും നമ്മളെ കാത്തിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ അവിടുന്ന് എനിക്കിങ്ങനെ ഡൗട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇത് ഇവള് മിക്കവാറും ഗോൾഡൻ കൊണ്ടുപോവോ. സൈഡിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഹരി ഇങ്ങനെ ചെരിയുന്നു എൻ്റെ അടുത്തേക്ക്. ഞാനിങ്ങനെ നോക്കിപ്പോ ഗോൾഡ്. അപ്പൊ ഞാനും എന്നിട്ട് ഇങ്ങോട്ട് ചെരി. ഞാൻ ഹരിയോട് ഗോൾഡ് ഭയങ്കര ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ അവളോട് ഉണ്ടാക്കി. ഇവിടുത്തെ എല്ലാവരുടെയും ഇമോഷൻ മാറ്റി. അവളുടെ വോയിസിലും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എന്തായാലും ആദ്യത്തേത് നമ്മളുടെ ദേവൂട്ടി കൊണ്ടുപോയി. അപ്പൊ അതില് കൺഗ്രാറ്റ്സ് കുട്ടാ. അപ്പൊ നമുക്ക് ആ ഒരു മൊമെന്റ് ഒന്ന് ചെയ്യാം അല്ലെ? നമുക്ക് ആ ഒരു ഗോൾഡൻ മൈക്ക് ഒന്ന് കൊടുത്താലോ ദേവുന്? സാറിന് മുമ്പ് പാടണം എന്നുള്ള എന്റെ വലിയ ആഗ്രഹമായിരുന്നു. അവൾക്ക് ഗോൾഡൻ മൈക്ക് ഒന്നും അല്ല, സാറിനെ കാണാൻ. കണ്ടോ, കൺകുളിരെ കണ്ടോളൂ. അയ്യോ, ഇത്രയും വലിയ ഫാനുള്ള കാര്യം ഞാൻ ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫാൻ തന്നെ. അയ്യോ, കരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കാണുന്നവരെല്ലാവരും അത്രയും ഹാപ്പി ആയിട്ടിരുന്നാണ് മോളുടെ പാട്ട് കേട്ടത്. ഇത്രയും ആനന്ദിച്ചുള്ള കണ്ണീരാണ് കേട്ടോ. സൂപ്പർ പെർഫോമൻസ്. ആൻഡ് ഇത് സൂപ്പർ സ്റ്റാറിന്റെ ഒരു ബിഗ് ഡേ ആണ്. യെസ്, ഒരു
ഗോൾഡൻ ഡേ ആണ്.